ഛത്തീസ്ഗഡിലുള്ള ഇരിക്കൂർ MLA സജീവ് ജോസഫിലേക്ക് നമുക്കൊന്ന് പോകണം. ശ്രീ സജീവ് ജോസഫ്, താങ്കൾ ഇപ്പോൾ ജയിലിലെത്തി അവരെ കന്യാസ്ത്രീകളെ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ 5-ാം ദിവസം ആവുന്നു, അവർ ജയിലിൽ തുടരുകയാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പോലും സെഷൻസ് കോടതി തയ്യാറാകുന്നില്ല. ഇതിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ അത് ഗുരുതരമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കോടതി ഈ കേസ് NIA കോടതിയിലേക്ക് വിടുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഫാദർ ടോം ഒലിക്കരോട്ട് പറഞ്ഞതുപോലെ തന്നെ അത് ആസൂത്രിതമായി തന്നെ ഇത്തരം വകുപ്പുകൾ എഴുതി ചേർത്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവരുടെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട്? സംസാരിക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുമെന്നുള്ള നല്ലൊരു പ്രതീക്ഷയിലായിരുന്നു സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ റിജക്റ്റ് ചെയ്തു, അപേക്ഷ നിരസിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് യാതൊരു ദുഃഖവും പ്രകടമായി ഞങ്ങളുടെ മുന്നിൽ അവർ പറഞ്ഞില്ല, പ്രയാസം പറഞ്ഞില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് നീതിന്യായ കോടതിയിൽ വിശ്വാസമുണ്ട്, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നും നീതി ഉറപ്പാണ്, കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജാതി മതഭേദമന്യേ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നു, അവരോടൊക്കെ നന്ദി പറയണമെന്ന ഒറ്റ വാക്കാണ് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പറഞ്ഞത്. ജയിലിൽ അവരുടെ സാഹചര്യങ്ങൾ കുറ്റവാളികളായിട്ടുള്ള കൊടും കുറ്റവാളികളായിട്ടുള്ള 53 പേരടങ്ങിയ ഒരു സംഘമാണ് ഒരു സെല്ലിലുള്ളത്. അപ്പോൾ ആ സെല്ലിലാണ് അവർ കഴിയുന്നത്. അപ്പോൾ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു. കൊതുക് കടി, അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ മുഴുവൻ സമയം ലൈറ്റ് ഇടുന്നതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. പ്രീതി സിസ്റ്റർക്ക് ചെറിയൊരു പനിയുണ്ടായിരുന്നു. എന്നിരുന്നാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. ജയിലിലെ ഉദ്യോഗസ്ഥരൊക്കെ നല്ല നിലയിലാണ് അവരോട് പെരുമാറുന്നത്. ശ്രീ സജീവ് ജോസഫ്, അവിടെ ഛത്തീസ്ഗഡിൽ നിൽക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാക്കുന്ന എന്താണ്? ഇന്നിപ്പോൾ കോടതിക്ക് മുന്നിലൊക്കെ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരെത്തി അന്ന് ഭീഷണിപ്പെടുത്തി അതേ ആളുകളൊക്കെ തന്നെ വന്നുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധം, നാടകീയമായ രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ അവിടെ നടത്തുന്നതാണല്ലോ കാണുന്നത്. സർക്കാരിൻ്റെ അറിവോടെയാണ് ഇതെല്ലാം നടക്കുന്നത്. കാരണം ഈ സംഭവം ഉണ്ടായ ദിവസം തന്നെ സിസ്റ്റർമാർക്ക് നേരെ ആക്രോശിച്ച് പോലീസ് സ്റ്റേഷനിൽ ആൾക്കൂട്ട വിചാരണ പോലെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലും ഈ വിചാരണ നടത്തിയ ഇവിടുത്തെ ഈ സംഘപരിവാറിൻ്റെ ബജ്രംഗ് ദളിൻ്റെ ഒരു തെമ്മാടിക്കൂട്ടമെന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവർക്കെതിരെ കേസെടുത്തില്ല. പോലീസ് സ്റ്റേഷനിൽ വിളയാടിയ ഈ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയിട്ടുള്ള അവർക്കെതിരെ നടപടിയെടുത്തില്ല, കേസെടുത്തില്ല. അവർ തന്നെയാണ് ഇന്ന് വീണ്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ, കോടതിയുടെ കവാടത്തിൽ സമരം ചെയ്തത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയെ സമ്മർദ്ദത്തിലാഴ്ത്താനുള്ള വളരെ ആസൂത്രിതമായ ശ്രമമായിരുന്നു. ഇവിടെ പല BJP നേതാക്കന്മാരും ഈ സിസ്റ്റർമാർക്ക് നീതി കിട്ടാൻ വേണ്ടി ഇടപെടുന്നുവെന്ന് ഇവിടെ അവകാശപ്പെടുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, അവരുടെ സഹയാത്രികരായിട്ടുള്ള ഈ ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നില്ലേ? അവരറിയുന്നില്ലേ? അപ്പോൾ അവരുടെയൊക്കെ സമ്മതത്തോടെയാണ്, ഭരണകൂടത്തിൻ്റെ സമ്മതത്തോടെയാണ് ഇത് നടക്കുന്നത്. അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണ്ടേ? ഇവിടെ ഭരിക്കുന്നത് BJP സർക്കാരാണ്. പോലീസ് സ്റ്റേഷനിൽ ക്രൂരകൃത്യം കാണിച്ച, ആൾക്കൂട്ട വിചാരണ നടത്തിയ ആ വ്യക്തികൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അപ്പോൾ അതാണ് സർക്കാരിൻ്റെ സപ്പോർട്ട്, സർക്കാരിൻ്റെ പ്രേരണ. ഇപ്പോഴും ഇത് കേസ് ഡിലേ ആക്കി ജാമ്യാപേക്ഷ വൈകിപ്പിച്ച് ഈ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക, സിസ്റ്റർമാരെ ഈ കൽത്തുറങ്കിൽ എന്നും നിലനിർത്തുക, നീട്ടിക്കൊണ്ടു പോവുക എന്ന ഒരു ഒറ്റ ചിന്തയാണ് ഇവരെ നയിക്കുന്നത്. ഇന്നിപ്പോൾ ഇനി മേൽക്കോടതിയെ സമീപിക്കുന്നുണ്ടോ? ഇന്ന് കോടതിയിലെ വിധി വന്നതിന് ശേഷം അതിൻ്റെ ഓർഡർ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം വാക്കാൽ കോടതിയിൽ പറഞ്ഞ നിരീക്ഷണങ്ങൾ മാത്രമാണ് വക്കീലിൻ്റെ ശ്രദ്ധയിലുള്ളത്. ഓർഡർ കിട്ടുമ്പോൾ മാത്രമേ അത്തരത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ആസ്പെക്ട്സും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ഒരു 2 മണിക്കൂറിനകം തന്നെ വിധി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വക്കീലുമുള്ളത്. അത് കിട്ടിയാൽ ഇന്ന് തന്നെ മേൽക്കോടതിയിൽ ഇവിടെ കേസ് അപേക്ഷ ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അത് സാധിക്കുന്നില്ലെങ്കിൽ നാളെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയിലാണ് ഇപ്പോഴുള്ളത്.
ശരി, വളരെ നന്ദി. ശ്രീ സജീവ് ജോസഫ് MLA ആണ്. അദ്ദേഹം അവിടെ കുടുംബത്തോടൊപ്പം, സിസ്റ്റർ വന്ദനയുടെ കുടുംബത്തോടൊപ്പം അവിടെ എത്തിയതാണ്.